നമുക്കെല്ലാവർക്കും അറിയാം, നബിയും സഹാബത്തും ഒരിക്കലും റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ ഭിന്നതയില്ല. സ്വഹാബത്താണ് ഇസ്ലാമിന്റെ മാതൃക. ഇസ്ലാമിനെ ജീവിച്ച് വിശ്വസിച്ച് കാണിച്ചു തന്ന മാതൃക സ്വഹാബത്താണ്. അതുകൊണ്ട് നമുക്കുള്ളൊരു സൗകര്യം, എന്തെങ്കിലും ഒന്ന് ദീനാണോ അല്ലേ എന്നറിയാനുള്ള മാർഗം സ്വഹാബത്ത് ചെയ്തോ ഇല്ലേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച സ്വഹാബത്തിന് റബീഉൽ അവ്വൽ 12 ഒരു ജന്മദിനമായി ആഘോഷിക്കണമെന്ന് തോന്നിയില്ലെങ്കിൽ, ഇസ്ലാമിക സർക്കാരുകൾ വന്ന്, ഗവൺമെന്റുകൾ വന്ന് ധാരാളക്കാലം ലോകം ഭരിച്ചിട്ടും ഒരു ഖലീഫക്കും തോന്നാത്ത ആ തോന്നൽ ഇന്നുണ്ടെങ്കിൽ അത് ബിദ്അത്താണ്. അള്ളാഹിന്റെ ദീനിൽ ഒരു ബിദ്അത്ത് കേൾക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കലാണ്, അള്ളാഹുവിന്റെ ദീനിൽ കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയലാണ്. അതുകൊണ്ട് ഒരു ആദർശ നിഷ്ഠ വേണം. പിരിവിന് വന്നാൽ ഞാൻ കച്ചവടക്കാരനല്ലേ, ഞാൻ അയൽവാസിയല്ലേ, നമ്മൾക്ക് ബന്ധമുള്ള ആൾക്കാരല്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. ദീനിലില്ലാത്തതാണോ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദു. ഈ ദീനിൽ പുതിയതായി എന്തുണ്ടാക്കിയാലും അത് തള്ളണം. അത് തള്ളാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് നബിയും സ്വഹാബത്തും കാണിക്കാത്ത മാതൃക സ്വീകരിക്കാതിരിക്കാം. മറ്റു മതസ്ഥരുടെ അതേ ആശയങ്ങൾ സ്വീകരിച്ച്, അതേ ഘോഷയാത്രകളും അതേ രൂപഭാവങ്ങളും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവർക്കിടയിൽ ആക്ഷേപിക്കപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കുമ്പോൾ അതിൽ നമ്മുടെ നാണയത്തുട്ടുകൾ ഉണ്ടാവരുത്, നമ്മുടെ മനസ്സിൻ്റെ പിന്തുണയുണ്ടാവരുത്. അത്തരം ജാഥകൾ കാണാൻ ജനവാതിലുകൾ തുറന്ന് നമ്മളും നമ്മുടെ കുട്ടികളും നോക്കി നിൽക്കാൻ പാടില്ല. യാതൊരു പ്രോത്സാഹനവുമില്ല, നിരുത്സാഹപ്പെടുത്തണം. അവരോടുള്ള വിരോധം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം. റസൂലിനെ സ്നേഹിക്കുന്നവർ മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ മാതൃക സ്വീകരിച്ചവർ എന്നെ സ്നേഹിച്ചു. നബിദിനം കഴിക്കാത്ത പ്രവാചകനെ ആ മാതൃക സ്വീകരിക്കുന്നവർ പ്രവാചകൻ സ്നേഹിച്ചു. പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നവർ അതെത്ര നന്നായി ചെയ്താലും, എത്ര പേർക്ക് ഭക്ഷണം കൊടുത്താലും അത് പ്രവാചക ചര്യക്കെതിരാണെങ്കിൽ, നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്.